ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ കളയാറുള്ള കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പരിപാടിയിലേക്ക് പോവാം. ഈ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ ആണിത്, ബിസ്ക്കറ്റ് കവർ. അതിൽ ഞാനൊരു മരത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കത്രികയും ബ്ലേഡൊക്കെ വെച്ചിട്ടൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. പെട്ടെന്ന് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ബിസ്ക്കറ്റിൻ്റെ റാപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് കീറിപ്പോവും, അതുകൊണ്ട് സൂക്ഷിച്ചൊന്ന് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുപ്പി എടുത്തിട്ട് അതിന് മുകളിലത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സിൽവർ കളർ മുകളിൽ വരണം. പിന്നെ ഞാൻ അതിൻ്റെ വേരൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. വേസ്റ്റ് മെറ്റീരിയലാണ് പിസ്ത ഷെൽ. അപ്പോൾ അതും ഞാനിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ താഴെ പശ തേച്ചിട്ട് കുപ്പിയിലേക്ക് വെച്ച് ഒട്ടിക്കുകയാണ്. മരത്തിൻ്റെ ഇല പോലെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിസ്ത ഷെൽ എടുത്തത്. എന്നിട്ട് അത് ഫുള്ള് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ കവർ ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒട്ടിച്ചേക്കുന്ന ഇടയിൽ കാണാൻ പറ്റും. ഇനി പിസ്ത ഷെല്ലിന് ഗ്രീൻ കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വാട്ടർ കളർ എടുത്തിട്ടുണ്ട്. വാട്ടർ കളർ എടുത്ത് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പെയിൻറ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ഗോൾഡൻ കളറൊന്ന് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുക. അതിൻ്റെ എഡ്ജസിലൊക്കെ മാത്രം ഒന്ന് വെറുതെ കൈ കൊണ്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോലെ കിട്ടും. കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയില്ലേ കാണാൻ. ആ പിസ്ത ഷെല്ല് ഒട്ടിച്ച് കൊടുത്തതിൻ്റെ അവിടെ ഞാൻ ചെറിയ 2 ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കിളികളെ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട്, ബ്ലൂവും പിന്നെ ഒരു പിങ്ക് പോലത്തെ കളറും. എന്നിട്ട് 2 പിസ്ത ഷെൽ എടുത്തിട്ട് നമുക്ക് ഈ കളർ അതിലൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇതാണ് നമ്മുടെ കിളികൾ. അപ്പോൾ ഞാൻ അതും എടുത്തിട്ട് ഇങ്ങനെ ബാക്കിൽ പശ വെച്ചിട്ട് ആ ഗ്യാപ്പ് ഇട്ടെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഗോൾഡൻ കളർ എടുത്തിട്ട് കിളികളുടെ കണ്ണൊന്ന് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടാൽ മതി. ഇനി കിളികളുടെ ചുണ്ട് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ ബിസ്ക്കറ്റിൻ്റെ കവർ തന്നെ എടുത്തിട്ട് അതിൽ നിന്നൊരു ചെറിയ ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കിളികളുടെ ചുണ്ട് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല രസമാണ് ഇതിങ്ങനെ ചെയ്യാൻ. കളയാൻ വെച്ച സാധനത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല എൻ്റർടൈനായിട്ട് ചെയ്യാം.
മരവും കിളികളും റെഡിയായി. ഇനി അടുത്ത വേസ്റ്റ് മെറ്റീരിയൽ ഇതാണ്, സവാളയുടെ തൊണ്ട്. സവാളയുടെ ഏറ്റവും പുറത്തുള്ള ഒരു തൊണ്ടുണ്ടല്ലോ, അതെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു പുല്ല് പോലെയാണ് അത് വെച്ച് കൊടുക്കുന്നത്. പുല്ലിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചെയ്തെടുത്തു. ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതിൽ. ഇനി അടുത്ത നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ ഇതാണ്, മുട്ടത്തൊണ്ട്. അപ്പോൾ ഇതും ഞാൻ ഇതേപോലെ ഫ്രണ്ടിൽ ആ പുല്ല് പോലെ വെച്ച് പിടിപ്പിച്ചതിൻ്റെ താഴെയായിട്ട് ഒന്ന് മുട്ടത്തൊണ്ട് കൊടുക്കുകയാണ്. അതൊരു മണ്ണ് അത് കിടക്കുന്ന പോലെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ബ്രൗൺ കളർ കൊടുക്കുകയാണ്. ഇനി അടുത്ത സാധനം ഇതാണ്, തണ്ണിമത്തൻ്റെ കുരുവും പിന്നെ പച്ചമുളകിൻ്റെ തണ്ടും. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമ്മുടെ പൂ ഉണ്ടാക്കാൻ പോവാണ്. 2 ടൈപ്പിലുള്ള തണ്ണിമത്തൻ്റെ കുരുവുണ്ട്. അതിൽ ചെറുത് വെച്ചിട്ട് ഞാൻ മുട്ടാണ് ഉണ്ടാക്കുന്നത്, പിന്നെ വലുത് വെച്ചിട്ട് പൂവും. അപ്പോൾ ഇതേപോലെ പച്ചമുളകിൻ്റെ തണ്ടെടുക്കുക, അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ പുരട്ടിയിട്ട് ചെറിയ തണ്ണിമത്തൻ കുരു എടുത്തിട്ട് പൂവിൻ്റെയൊക്കെ മുട്ട് പോലെ ഉണ്ടാക്കിയെടുക്കുക. ഒരു 3-4 എണ്ണം ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി പൂവുണ്ടാക്കുക. അതിന് ഇതേപോലെ പച്ചമുളകിൻ്റെ തണ്ടിലേക്ക് ഫെവിക്കോൾ വെക്കുക, എന്നിട്ട് അതിലേക്ക് വലിയ തണ്ണിമത്തൻ കുരു വെക്കുക. അതൊരു 4-5 എണ്ണം ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കുക. പൂവിൻ്റെ ഇതള് പോലെ ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതാണ്. അതെടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കൈ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വിടർന്നിരിക്കുന്ന പൂ പോലെ കിട്ടും. ഈ യെല്ലോ കളറിലെ പെയിൻറ്റ് എടുത്തിട്ട് ഞാൻ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു യെല്ലോ കളറിലെ പൂ പോലെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലിറ്റർ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഉണങ്ങി കഴിയുമ്പോൾ കുപ്പിയുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഈ പൂവ് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഫ്രണ്ടിൽ നിറച്ചിങ്ങനെ പൂവൊക്കെ വെച്ച് കൊടുത്തു. പൂക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇനി ഒരു ബട്ടർഫ്ലൈനെയും കൂടി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ പിസ്താഷ്യൽ എടുത്തിട്ട് ഒരു കളർ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു റോസ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ കുപ്പിയിൽ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ബട്ടർഫ്ലൈയുടെ തലയും ഒരു കൊമ്പും പോലെ ആ ബിസ്ക്കറ്റ് കവറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
കവറിൽ നിന്ന് തന്നെ നമ്മുടെ കിളിക്കൊരു ചെറിയ വാല് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുത്തു. ചുമ്മാ ഒരു ഭംഗിക്കാണ്. ഇനി നമുക്ക് ഒരു വൈറ്റ് കളർ പെയിൻറ് എടുക്കാം. എന്നിട്ട് ആ ബട്ടർഫ്ലൈക്ക് ചെറിയ ഡോട്ട് പോലെ ഡിസൈൻ കൂടി കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ ആ ബിസ്ക്കറ്റ് കവറിൽ നിന്ന് തന്നെ അറ്റത്തൊന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ കുപ്പിയുടെ മുകളിലും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും ഒരു നിർബന്ധമില്ല, ഞാൻ ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇതാണ്. വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങളൊക്കെ ഇതേപോലെ റീയൂസ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു തീം കൂടിയുണ്ട്. ഞാൻ നേച്ചർ എന്നാണ് തീം കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ നേച്ചറിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്